CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 30 സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന 4 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു നല്ല സൗകര്യമുള്ള ഒരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. വീടിന്റെ വില കേട്ടോ, കാലി സ്ഥലത്തിന്റെ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡ് വരുന്നുണ്ട്. കറുത്ത ടാറിട്ട റോഡ് നേരെ ഫ്രണ്ടിൽ കൂടെ വരുന്നുണ്ട്. വെള്ളത്തിനായിട്ട് ചെറിയ ആഴത്തിൽ നല്ലൊരു കിണറുണ്ട്. അടുത്തൊക്കെ നിരവധി അയൽവാസികളുണ്ട്. 20ഓളം തെങ്ങുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. നല്ലൊരു ഏരിയ ആണ് കേട്ടോ. നല്ല ശാന്തസുന്ദരമായിട്ടുള്ള താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു ഏരിയയാണ്. നിരപ്പായ സ്ഥലമാണ്. ഇനി 1-2 വീടുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വെക്കാനുള്ള സ്ഥലമുണ്ട്, സൗകര്യമുണ്ട്. നിലവിൽ ഈ വീട് ഇതുണ്ട്, ഈ റോട്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഈ വീട്ടിലേക്കുള്ളത്. കാലി സ്ഥലത്തിന്റെ വില മാത്രമേ പാർട്ടി ഇതിന് ചോദിക്കുന്നുള്ളൂ. 30 സെന്റ് സ്ഥലത്തിന്റെ വില കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വീട് സൗജന്യമായിട്ട് കിട്ടും. അതായത് വീടിന് വില നമ്മൾ ചോദിക്കുന്നില്ല, സ്ഥലത്തിന്റെ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ. വീട് വാസയോഗ്യമായിട്ടുള്ള വീട് തന്നെയാണ്. പൊളിഞ്ഞാടാനായിട്ടുള്ള പറ്റേ വാസയോഗ്യമല്ലാത്ത വീടല്ല, താമസിക്കാൻ പറ്റുന്ന നല്ല വീട് തന്നെയാണ്. ടെറസിട്ട വീടാണ്. നേരെ ഫ്രണ്ടിലൊക്കെ ഉണ്ടോ അയൽവാസികളുണ്ട്. വെള്ളത്തിനൊന്നും ഒരു ക്ഷാമല്ല. ചെറിയ ആഴത്തിൽ നല്ല കിണറൊക്കെ അതിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടാട്ടോ. നല്ല സൗകര്യമുള്ള നല്ലൊരു സൂപ്പർ വീട് തന്നെയാണ്. ഈ വീടിൻ്റെ ഉൾഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ട് ചുറ്റും ചാരുപടിയൊക്കെ വെച്ചിട്ടുണ്ട്. അടിഭാഗം നല്ല സെറാമിക് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ജനൽപ്പൊളികളും വാതിൽപ്പൊളികളും ഫുള്ള് നല്ല വുഡ് വെച്ചിട്ടോ. അതിൻ്റെ ജനൽപ്പൊളികൾ വാതിൽപ്പൊളികളൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഒക്കെ നല്ല കാതിൽ വെച്ചിട്ടാണ് ചെയ്തത്. മരത്തിൻ്റെ കാതിലാണ്. അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് ഭാഗം ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. മെയിൻ ഡോറ് ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെ പഴയ മണിച്ചിത്രത്താഴ് സ്റ്റൈലിലുള്ള ലോക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. നല്ല അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ ഹാളിനെ കേട്ടോ. അടിഭാഗമൊക്കെ സെറാമിക് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഹാള് കൂടാണ്ട് വേറെ ഡൈനിങ് ഹാൾ അപ്പുറത്ത് വരുന്നുണ്ട്. ഹാളിൽ തന്നെ ഇവിടെ ഒരു ഷോക്കേസ് ഒക്കെ ഉണ്ട്. മുകൾ ഭാഗം ടേപ്പിന് നല്ല കർവ് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു റൂം വരുന്നത്. റൂം വലിയൊരു റൂമൊന്നുമില്ല, ഒരു ആവറേജ് സൈസുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. അത് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗം ഇതുണ്ടാവും. വാതിൽപ്പൊളിയൊക്കെ നല്ല മരമാണ്. ഇതാണ് രണ്ടാമത്തെ റൂം. ഈ റൂം കാവ്യാണ്. നമ്മൾ ഈ വീട് കണ്ടിട്ട് ഒരിക്കലും വില എടുത്തിട്ടുണ്ടോ? ഞങ്ങൾ ഈ വീടിൻ്റെ വില ചോദിക്കുന്നേ ഇല്ല. കാലി സ്ഥലത്തിൻ്റെ വിലയാണ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. ജസ്റ്റ് ഈ വീട് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് മാത്രം. ചില ആളുണ്ടാവും വീടിൻ്റെ വില ചോദിക്കണമെന്ന് പൊളിഞ്ഞാടാനായി വാസയോഗ്യമായിട്ടുള്ള വീടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അതാണ് ഞാൻ ജസ്റ്റ് ഈ വീട് നിങ്ങൾക്കൊന്ന് കാട്ടിത്തരുന്നത്. മെയിൻ ഹാള് കൂടാണ്ട് വേറെ ഡൈനിങ് ഹാളാണിത്. ഇതൊക്കെ ടൈലൊട്ടിച്ചിട്ടുണ്ട്. മുകളിലേക്ക് സ്റ്റെയർ ഉണ്ട്. മുകൾ ഭാഗം 2 റൂമുണ്ട്. മുകൾ ഭാഗം റൂഫ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് ഓട് മേഞ്ഞതാട്ടോ. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു കോമൺ ബാത്റൂം, യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു വാഷ് ബേസിൻ ഉണ്ട് ഈ ഹാളിൽ. ഇവിടുത്തെ മറ്റൊരു ബെഡ്റൂം. മുകൾ ഭാഗം ടെറസാണ് കേട്ടോ. ഇനി കിച്ചൺ. അതിവിശാലമായിട്ടുള്ള വലിയൊരു കിച്ചണാണ്. സ്ലാബ് ഉണ്ട്. മുകൾ ഭാഗം റാക്ക് ഉണ്ട്. പുകയില്ലാത്ത അടുപ്പുണ്ട്. അതിൻ്റെ മുകളിൽ ചിമ്മിനി ഉണ്ട്. ഇതുണ്ടോ, ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. റാക്കുകളുണ്ട്. കിച്ചൺ സിങ്ക് ഒക്കെ ഉണ്ട്. ഒരു കോട്ടും കൂടെ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയാക്കി എടുക്കാൻ പറ്റും. നിലവിൽ ഈ വീട്ടിൽ താമസമില്ല, അതുകൊണ്ടാണ് കുറച്ച് ഭാഗത്ത് പൊടി പൊടിച്ച് കിടക്കുകയാണ്. ഈ വീടിൻ്റെ പുറത്തായിട്ട് ഇവിടെ ഒരു ടോയ്ലറ്റ്, ഒരു കുളിമുറിയൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു അമ്മി ഉണ്ട്. ഇവിടെ ഒരു വിറകുപുരൊക്കെ ഉണ്ട്. വീടിൻ്റെ മുകൾ ഭാഗത്തെ കാഴ്ചയാണത്. മുകൾ ഭാഗം 2 റൂമുണ്ട്. 2 റൂമിനും അതിൻ്റെ റൂഫ് ചെയ്തിട്ടുള്ളത് ഓടാണ്. ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ളത് മരമല്ല, ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഓട് മേഞ്ഞതാണ്. മുകൾ ഭാഗത്തെ 2 റൂം. ഒരു കോട്ടും കൂടെ ഒക്കെ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗകര്യമുള്ള നല്ലൊരു വീട് തന്നെയാണ്. വീടിൻ്റെ പിൻഭാഗമാണ് കേട്ടത്. 20ഓളം തെങ്ങുകളുണ്ട്. നല്ല കായ്ഫലമുള്ള 20 തെങ്ങുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു കിണറുണ്ട്. ചെറിയ ആഴത്തിൽ
നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന നല്ലൊരു കിണർ. വഴി സൗകര്യം എല്ലാം ഉണ്ട്. ചുറ്റും അയൽവാസികളുണ്ട്. ഇനി 2 or 3 വീടുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാനുള്ള സൗകര്യമുണ്ട്. നിരപ്പായ പ്രദേശമാണ്. വാഴ, ചേമ്പ്, ചേന ഇതൊക്കെ കൃഷി ചെയ്യാനൊക്കെ അനുയോജ്യമായിട്ടുള്ള നല്ലൊരു ഭൂമി തന്നെയാണ് കേട്ടോ. 30 സെന്റ് സ്ഥലം, അതിൽ 4 ബെഡ്റൂമുള്ള ഈ ഒരു ടെറസിട്ട വീട്, ചെറിയ ആഴത്തിൽ വെള്ളം വറ്റാത്ത നല്ലൊരു കിണർ, ഫ്രണ്ട് ഭാഗത്തിലൂടെ ടാറിട്ട റോഡ്, നല്ല സൗകര്യമുള്ള ഒരു സൂപ്പർ സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇതിൽ വില പറയുന്നത് ഈ കാലി സ്ഥലത്തിന് എത്രയാണോ അവിടെ മാർക്കറ്റ് റേറ്റ് ആ ഒരു വില കൊടുത്താൽ മതി. വീടിന് നമ്മൾ വില ചോദിക്കുന്നില്ല. വീട് കുറച്ചൊരു പഴക്കമുള്ള വീടാണ് എങ്കിൽ കൂടെ വാസയോഗ്യമായിട്ടുള്ള നല്ല വൃത്തിയുള്ളൊരു വീട് തന്നെയാണ്. 4 ബെഡ്റൂം വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീട് തന്നെ കേട്ടോ. നല്ല കിണർ, വെള്ളം എന്നൊക്കെ ഉള്ള നല്ലൊരു സൂപ്പർ വീടാണ്. 30 സെന്റ് സ്ഥലം. ചില ആളുകൾ ഉണ്ടാവും, ചില ആളുകൾ നമ്മുടെ അടുത്ത് എൻക്വയറീസ് വരാറുണ്ട് കുറച്ച് കൂടുതൽ സ്ഥലം ഉള്ളൊരു എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടും. പിന്നുള്ള കുറച്ച് ആളുകൾ ചോദിക്കാറുണ്ട് 2 or 3 വീടുകൾ എടുത്തെടുത്ത് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല സ്ഥലം കിട്ടാനുണ്ടോ എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്പെടും. നിരപ്പായിട്ടുള്ള നല്ല വെള്ളമൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന നല്ലൊരു ഏരിയ ആണ്. 1 സെന്റ് സ്ഥലത്തിന് 1.5 ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത്. 1 സെന്റ് സ്ഥലത്തിന് 1.5 ലക്ഷം വെച്ചിട്ട് 30 സെന്റ് സ്ഥലം, അതാണ് അതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു വില. നമ്മൾക്ക് അന്വേഷിച്ചാൽ കിട്ടും. ഇപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിലൊക്കെ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിലൊക്കെ വെള്ളം വറ്റാറുണ്ടോ. ആ ഒരു ഏരിയയിൽ വെള്ളം ഗ്യാരണ്ടിയാണ്. വെള്ളം വറ്റാത്ത കിണറുണ്ട്. ആ ഏരിയയിലെ എല്ലാ ഭാഗത്തും കിണറുകളുണ്ട്. വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്. പിന്നെ സ്ഥലം നല്ല നിരപ്പായ സ്ഥലമാണ്. 20ഓളം തെങ്ങുകളുണ്ടതിൽ. നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി കൂടിയാണ്. അപ്പം മുറിച്ച് കൊടുക്കില്ല. 30 സെന്റ് സ്ഥലം ഒന്നിച്ചേ കൊടുക്കുള്ളൂ. 1 സെന്റ് സ്ഥലത്തിന് 1.5 ലക്ഷം രൂപ വെച്ചിട്ട് 30 സെന്റ് സ്ഥലം, അതാണ് അതിൻ്റെ വില. അതിൽ ഈ വീടൊക്കെ സൗജന്യമാണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മഞ്ചേരി ടൗണിൽ നിന്ന് 6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പിലാക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. പിലാക്കൽ മഞ്ചേരി മലപ്പുറത്തിലെ ആനക്കയം വഴി അതിലൊരു വഴി വരുന്നുണ്ട്. അതിലൊരു എൻട്രൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നെല്ലിക്കുത്ത്, പാണ്ടിക്കാട് നെല്ലിക്കുത്ത് ഭാഗത്തു നിന്ന് വരാം, കുട്ടിപ്പാറക്കെന്ന് വരാം, ചോലക്കൽ ഭാഗത്തു നിന്ന് വരാം, മഞ്ചേരി ചെങ്ങണെന്ന് വരാം. അങ്ങനെ 4 ഭാഗത്തു നിന്നും ഈ ഒരു വീട്ടിലേക്ക്, ഈ ഒരു സ്ഥലത്തേക്ക് എൻട്രൻസ് വരുന്നുണ്ട്. ഏത് ഭാഗത്തു കൂടെയും നമുക്ക് വരാം. റോഡ് ആക്സസ് ഉണ്ട്. ഈ ഒരു പ്ലോട്ടിൻ്റെ ഒരു 150 മീറ്റർ അപ്പുറത്തായിട്ട് മിനി ബസ് സർവീസ് ഉണ്ട്. കുറച്ചപ്പുറത്ത് പോയി കഴിഞ്ഞാൽ മിനി ബസ്, കുട്ടി ബസ് സർവീസ് വരുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ പിലാക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ മഞ്ചേരി ടൗണിൽ നിന്ന് 6 കിലോമീറ്റർ ഏകദേശം കണക്ക് വരും. 30 സെന്റ് സ്ഥലം, 1 സെന്റ് സ്ഥലത്തിന് 1.5 ലക്ഷം രൂപ, അതാണ് ഇതിൻ്റെ വില. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലെ ഒരുപാട് വീടുകൾ, സ്ഥലങ്ങൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ നമുക്ക് ഇതേപോലെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം.